റോഡിൽ കുഴഞ്ഞു വീണ യുവതിക്ക് രക്ഷകരായിരിക്കുകയാണ് 6ാം ക്ലാസ് വിദ്യാർത്ഥിനികൾ. കണ്ണൂർ ചൊക്ലി VP ഓറിയന്റൽ സ്കൂളിലെ വിദ്യാർത്ഥിനികളാണ് സോഡിയം കുറഞ്ഞ് റോഡിൽ കുഴഞ്ഞു വീണ യുവതിക്ക് പ്രഥമ ശുശ്രൂഷ നൽകിയത്. സ്കൂളിനടുത്തുള്ള കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങി ഓട്ടോറിക്ഷയിൽ കയറുന്നതിനിടയിലാണ് യുവതിക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടായത്. ഉടൻ വിദ്യാർത്ഥിനികളായ ഐഷ അലോന, ഖദീജ കുബ്ര, നഫീസത്തുൽ മിസ്രിയ എന്നിവർ യുവതിക്ക് അരികിലെത്തുകയും പ്രഥമ ശുശ്രൂഷ നൽകുകയും ചെയ്തത്. രാവിലെ സ്കൂളിൽ ഫസ്റ്റ് എയ്ഡ് നൽകുന്നതുമായി ബന്ധപ്പെട്ട അധ്യാപകനായ PV ലുബിൻ നൽകിയ ക്ലാസ് ആണ് തങ്ങൾക്ക് പ്രചോദനമായതെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. ഓട്ടോറിക്ഷ ഡ്രൈവറാണ് ഇങ്ങനെ നോക്കിയോണ്ടിരിക്കുന്നത്. അപ്പാടെ നഫീസ കൂട്ടി കൊടുക്കുന്നതായിട്ട് നോക്കിയപ്പോ ആ ചേച്ചി അപ്പാടെ വീണെടുത്ത് അപ്പാടെ ഞാനും ആയിഷവും ഓടിപ്പോയിട്ട് കാല് തടി കൊടുത്തു, നല്ല കാലടി കൊടുത്ത്. ഇവൾ ആരെയോ ഒരു വണ്ടിയിൽ നിന്ന് കയ്യിൽ നിന്ന് ഓടോടി ചോദിച്ചിട്ട് ചാവി വാങ്ങിച്ച് കൈ പിടിച്ചെടുത്ത്. എന്നിട്ട് ഞാൻ നെഞ്ഞ് തടി കൊടുക്കുമ്പോ ഇവളെ കൈയെല്ലാം തടി കൊടുത്ത്, നമ്മളെല്ലാം തടി കൊടുത്ത്. അപ്പാടെ ആര് വെള്ളമൊന്നും കൊടുക്കുന്നില്ലായിരുന്നു. അപ്പൊ നമ്മൾ അന്ന് ഏച്ചി വെള്ളം തരുമെന്ന് ചോദിച്ചു. അപ്പൊ ഏച്ചി വെള്ളം തന്ന്. അപ്പൊ നമ്മൾ കുറച്ച് കൊടുത്ത്. കുറച്ച് കഴിഞ്ഞപ്പോ അവർക്ക് ബോധം വന്ന്. അപ്പൊ നമ്മള് ചോദിച്ചു ഏച്ചി ഇനി വേണോ? അപ്പൊ ഒരു പറഞ്ഞ് വേണ്ടാന്ന് പറഞ്ഞത്. അങ്ങനെ കുറെ കഴിഞ്ഞ് അപ്പാടെ ഏച്ചിക്ക് നല്ല ബോധം വന്നപ്പോ നമ്മൾ ഓരോ എണീപ്പിച്ചിട്ട് ഓട്ടോറിക്ഷയിൽ എത്തി. എന്നിട്ട് ഓര് പറഞ്ഞ് പള്ളൂർ ഹോസ്പിറ്റലിലേക്ക് പോന്നാണ്. എന്ത് നിഷ്കളങ്കമായാണ് കുഞ്ഞുങ്ങൾ പറയുന്നത്. അവരൊരാളുടെ ജീവൻ രക്ഷിച്ചിരിക്കുകയാണ്. ഇത് തന്നെയാണ് വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ഫെലിക്സ് ചേരുന്നുണ്ട് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കാനായി. ഫെലിക്സ്, വളരെ സന്തോഷമുള്ള ഒരു കാഴ്ച അല്ലേ? എത്ര ചെറിയ മക്കളാണ്, ഒരാളുടെ ജീവൻ രക്ഷിച്ചിരിക്കുകയാണ്. വളരെ നിഷ്കളങ്കമായി കാര്യങ്ങൾ പങ്കുവെക്കുകയാണ് അവർ. എന്താണ് അവിടെ സംഭവിച്ചത്? വളരെ അഭിനന്ദനാർഹമായ ഒരു ഇടപെടലാണ് നമ്മുടെ കുഞ്ഞു കുട്ടികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. സാധാരണഗതിയിൽ ഈ ചെറിയ പ്രായത്തിലൊക്കെ കുട്ടികൾ ആരെങ്കിലും ഈ റോഡിലരികിലോ മറ്റോ വീഴുന്നതോ ഒക്കെ കണ്ടാൽ അവരെ ഒന്ന് നോക്കിയിട്ട് തിരിഞ്ഞു പോകാറാണ് പതിവ്. പക്ഷേ ഈ കുട്ടികൾ അങ്ങനെ ചെയ്തില്ല. ആ കുട്ടികൾ കൃത്യസമയത്തൊരു ഇടപെടൽ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നതാണ്. അതായത് മുതിർന്നവർ നോക്കി നിൽക്കുമ്പോൾ ഈ വെറും 6ാം ക്ലാസ്സിൽ മാത്രം പഠിക്കുന്ന ഈ കുട്ടികൾ വന്ന് പ്രഥമ ശുശ്രൂഷ നൽകി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് ഈ സംഭവം നടക്കുന്നത്. കുട്ടികൾ PT പീരീഡൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്താണ് ഈ റോഡരികിൽ ഒരു സ്ത്രീ, ആ സ്ത്രീ ഇങ്ങനെ മാഹി സ്വദേശിയാണ്. അവരവരെ ഈ ഓട്ടോറിക്ഷയിലേക്ക് കയറുന്ന സമയത്ത് അവരിങ്ങനെ കുഴഞ്ഞു വീഴുന്നത്. അപ്പോൾ സ്വാഭാവികമായും കുട്ടികൾക്ക് തിരിഞ്ഞ് പോകാറാണ് പതിവ്. പക്ഷേ ഇവർ ഓടിച്ചെന്ന് ആ പ്രഥമ ശുശ്രൂഷകൾ അത് കൈ തിരുമ്മിയൊക്കെ കൊടുത്ത്, കാർക്ക് തിരുമ്മി കൊടുത്ത് ഒക്കെ ഉള്ള വളരെ പെട്ടെന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഫസ്റ്റ് എയ്ഡ് എന്ന രീതിയിൽ നമ്മളൊക്കെ സ്കൂളിൽ പോയപ്പോൾ ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ പലരും അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ ഈ കുട്ടികളെ കൃത്യസമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അന്ന് രാവിലെയാണ് അധ്യാപകൻ ഇവർക്ക് ഇത്തരം ഒരു ക്ലാസ്, ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച് ക്ലാസ് എടുക്കുന്നത്. അത് രാവിലെ ക്ലാസ് എടുക്കുന്നു. അന്ന് വൈകുന്നേരം തന്നെ ഇത്തരം ഒരു കാര്യം കാണുമ്പോൾ വളരെ പെട്ടെന്ന് കുട്ടികൾ ആ വിഷയത്തിൽ ആക്ട് ചെയ്യുന്നു എന്നതാണ്. അത് എന്തായാലും ഒരു ക്ലാസ് ഉപകാരപ്പെട്ടു എന്ന് തന്നെ പറയാം. കുട്ടികൾ എന്തായാലും ഒരു മനുഷ്യനോട് മനുഷ്യന് അനുകമ്പ തോന്നുക എന്നുള്ളത് തന്നെയാണ് ഈ വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരുപാട് പുസ്തകത്തിലുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കുകയല്ല, മനുഷ്യനെ അറിഞ്ഞു പെരുമാറാനും ആ മക്കൾ പഠിച്ചിരിക്കുന്നു.